നമസ്കാരം. സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? അതിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ സഹതാപമെന്നും ദീനാനുകമ്പ എന്നും പറയും. അങ്ങനെ സിമ്പതിയും എമ്പതിയും തോന്നിയ ഒരു വ്യക്തി ഓണസമയത്ത് നമ്മുടെ മനസ്സിലുണ്ട്. പറഞ്ഞു വരുന്നത് ഐസക് ജോർജിനെ പറ്റിയാണ്. 33 വയസ്സുള്ള കൊട്ടാരക്കരക്കാരനായ ഒരു ചെറുപ്പക്കാരൻ. ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ശവസംസ്കാര ശുശ്രൂഷ കണ്ടു. സത്യത്തിൽ കണ്ണീ കൂടെ ഇങ്ങനെ കുടുകുടാ വെള്ളം വരികയായിരുന്നു. എന്തുകൊണ്ടാണ് ഐസക് ജോർജിനെ നമുക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത്? ഒരുപാട് ചെറുപ്പക്കാർ മരിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് മരണങ്ങൾ, ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. ഓണത്തിന് 2 ദിവസം മുമ്പാണ് കരുനാഗപ്പള്ളിയിൽ ഒരു കുടുംബം യാത്ര ചെയ്തത്. അതിലെ പിതാവും 2 കുഞ്ഞുങ്ങളും മരിച്ചു. ഒരു ജീപ്പ്, ടാർ കമ്പനിയുടെ ജീപ്പ് വന്നൊരു KSRTC ബസ്സിൽ ഇടിക്കുകയാണ്. അവർ എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. 3 കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും യാത്ര ചെയ്ത ജീപ്പ് KSRTC ബസ്സിലിടിച്ച് തൽക്ഷണം ആ പിതാവും 2 കുഞ്ഞുങ്ങളും മരിച്ചു. ആ ഭാര്യയും മറ്റൊരു കുഞ്ഞും മാത്രം ബാക്കിയായി. ആ വിഷ്വൽസ് നമ്മൾ കണ്ടു, സങ്കടം തോന്നി. അപ്പോൾ എല്ലാ മരണങ്ങളും, പ്രത്യേകിച്ച് ആക്സിഡൻറ്റിൽ ചെറുപ്പക്കാരൊക്കെ മരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടം വരും. പക്ഷേ ഐസക് ജോർജ് എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഐസക്കിനോട് നമുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സിമ്പതിയും എമ്പതിയും തോന്നിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, എന്തോ ഒരു കണക്ഷൻ നമുക്കിടയിൽ സംഭവിച്ചു, ഒരു മാജിക് സംഭവിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ സിമ്പതിയുടെയും എമ്പതിയുടെയും അർത്ഥവ്യത്യാസം പറഞ്ഞില്ല. ഇപ്പോൾ സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മരണം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സഹതാപം, അയ്യോ എന്നൊരു ഫീൽ, അല്ലെങ്കിൽ ഒരു നല്ല പയ്യനായിരുന്നല്ലോ എന്ന ഫീൽ. നമ്മളത് കേൾക്കുന്നു, വാർത്ത കേൾക്കുന്നു, അതിനോട് നമ്മൾ പൊരുത്തപ്പെടുന്നു, അല്ലെ അതിനോടൊന്ന് സെൻറ്റിമെൻറ്റ്സ്, നമ്മളൊരു സെൻറ്റിമെൻറ്റ്സ് ആ വാർത്തയോട് കാണിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് സിമ്പതി എന്ന് പറയുന്നത്. പക്ഷേ എമ്പതി എന്ന് പറയുന്നത് അങ്ങനെ, എമ്പതി എന്ന് പറയുന്നത് അവിടേക്ക് നമ്മൾ എത്തുകയാണ്, ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവൻ്റെ ശവസംസ്കാരം നടക്കുമ്പോൾ അതിൽ പോയി പങ്കെടുക്കുകയാണ്. അവൻ്റെ ബന്ധുക്കളെ ഒന്ന് കാണുകയാണ്. അവരുടെ കണ്ണുനീരിൽ, അവരുടെ അലമുറയിട്ട് കരയുന്ന ആ വലിയ വിലാപത്തിൽ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിയുന്നതാണ് ഈ എമ്പതി എന്ന് പറയുന്നത്. ഞാൻ ഐസക് ജോർജിൻ്റെ ശവസംസ്കാരം ഒരുപാട് മനുഷ്യർക്കിടയിൽ പോയി നിന്ന് കണ്ട ഒരു മനുഷ്യനാണ്. ഞാൻ ഐസക്കിനെ കണ്ടിട്ടില്ല, എനിക്കതിനെപ്പറ്റി അറിയത്തുപോലുമില്ല. കൊട്ടാരക്കരയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം എന്നൊക്കെ പിന്നീട് വാർത്തകൾ കണ്ടു. ഞാൻ താമസിച്ചത് കൊല്ലം ജില്ലയിൽ. പക്ഷേ ഞാൻ ഒരു തവണ പോലും ഐസക്കിൻ്റെ ആ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ട് പോലുമില്ല. ഏതോ ഒരു ചെറുപ്പക്കാരൻ, പക്ഷേ അവിടേക്ക് നമ്മളെ എത്തിക്കുകയാണ്. അതാണ് ഈ സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഐസക്കിനോട് ഈ സിമ്പതിയും എമ്പതിയും വന്നു എന്ന് ചോദിച്ചാൽ, 33 വയസ്സിൽ അവൻ കാണിച്ച ഒരു വിശാലമായിട്ടുള്ള ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമുണ്ട്. പുതിയ കാലത്തിലെ ചെറുപ്പക്കാർക്ക് ഈ പറയുന്ന യാതൊരു മാനുഷിക ഫീലിങ്സുകളും ഇല്ല എന്നും, അവർ സെൽഫിഷാണെന്നും, അവരുടെ കാര്യം മാത്രം നോക്കുന്നവരാണെന്നും, നാടിനെ സ്നേഹിക്കാത്തവരാണെന്നും, ഒപ്പം വിദേശത്തേക്കൊക്കെ പോയി പണം മാത്രം സമ്പാദിക്കുകയാണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ നമ്മൾ പറയും. എങ്കിൽ പോലും അവിടെയൊക്കെ വ്യത്യസ്തനായി നിന്നു ഐസക് എന്നുള്ളതാണ്. ഒരുപക്ഷെ അവൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ അവൻ തീരുമാനമെടുത്തു. അവൻ്റെ മരണത്തിൽ, ആ മരണം ഒരു സ്വാഭാവികമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും അവൻ്റെ എല്ലാവിധ ഓർഗൻസുകളും അത് ദാനം ചെയ്യുക എന്ന് പറയുന്ന ആ മനോഹരമായ കർമ്മം അവൻ ചെയ്തു എന്നുള്ളതാണ്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പള്ളിയിലച്ഛൻ കുർബാനയ്ക്കിടയിൽ പറയുന്നതാണ്, നമുക്കുള്ളതൊക്കെ ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥയാണ്. അപ്പം അച്ഛൻ കുർബാനയ്ക്കിടയിൽ പ്രസംഗത്തിൽ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് 2 കാറുണ്ടെങ്കിൽ അത് നിങ്ങൾ ദാനം ചെയ്യണം, 1 ദാനം ചെയ്യണം. അപ്പോൾ ആൾക്കാർ തലയാട്ടി ചെയ്യാം എന്ന് സമ്മതിച്ചു. നിങ്ങൾക്ക് 2 വീടുണ്ടെങ്കിൽ അത് 1 വീട് പാവപ്പെട്ടവന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴും പള്ളിയിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും തലയാട്ടി, ശരി അച്ചോ എന്ന് പറഞ്ഞു. നിങ്ങളുടെ പേരിൽ 2 പുരയിടങ്ങളുണ്ടെങ്കിൽ, 2 പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അവരൊക്കെ തലയാട്ടി. എന്നിട്ട് അച്ഛൻ അടുത്ത സെൻറ്റൻസ് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ 2 പശുക്കളുണ്ടെങ്കിൽ ഒരു പശുവിനെ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ തലയാട്ടിയില്ല. പലരും എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛോ അത് പറ്റത്തില്ല, കാരണം ഞങ്ങളുടെ വീട്ടിൽ 2 പശുക്കളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കുള്ളത് കൊടുക്കാനൊന്നും ആർക്കും താല്പര്യമില്ല, ഇല്ലാത്തത് കൊടുക്കാനൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ഐസക് അവനുള്ളത് മുഴുവൻ, അവൻ്റെ ഹൃദയവും കിഡ്നിയും അങ്ങനെ കണ്ണുകളും ഒക്കെ ദാനം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് അവനെ ചിന്തിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷെ അവൻ കരുതി കാണില്ല തൻ്റെ 33-ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ താൻ മരണപ്പെടുമെന്നും, ആ സമയത്ത് ഇതൊക്കെ ദാനം ചെയ്യേണ്ടി വരുമെന്നും സ്വപ്നത്തിൽ പോലും കരുതി കാണാത്തൊരു ചെറുപ്പക്കാരൻ. അതാണ് ഞാൻ പറയുന്നത്, ഏത് സമയത്തായിരിക്കും അവൻ്റെ ഈ ചിന്ത ഉണ്ടായത്, ഏത് സമയത്തായിരിക്കും മറ്റാരും അറിയാതെ അവൻ ഈ സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തത് എന്നുള്ളതാണ്. ഞാൻ ഐസക്കിനെ പറ്റി പറഞ്ഞു വരുന്നത്, വിഷയം അതൊന്നുമല്ല. വിഷയം പറഞ്ഞു വരുന്നത് റോഡിലെ മര്യാദകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവനൊരു വണ്ടിയിൽ പോയി നിയന്ത്രണമല്ലാത്ത വേഗതയിൽ പോയി ഇടിച്ചതല്ല,
അല്ലെങ്കിൽ റോഡിൽ ഒരു വാഹനത്തിൽ ഇരുന്നപ്പോൾ മറ്റൊരു വാഹനം വന്ന് ഇടിച്ചതല്ല. അവൻ ഫോട്ടോഗ്രാഫിയെ സ്നേഹിച്ച ചെറുപ്പക്കാരനാണ്, ഭക്ഷണത്തെ സ്നേഹിച്ച ചെറുപ്പക്കാരാണ്, യാത്രകളെ സ്നേഹിച്ച ചെറുപ്പക്കാരനാണ്. രാത്രിയിൽ അവൻ ലോണൊക്കെ എടുത്ത് തുടങ്ങിയിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്, ആ റെസ്റ്റോറൻറ്റ് തന്നെ വളരെ മനോഹരമാണ്, സാധാരണ കൺസെപ്റ്റ് ഒന്നുമല്ല ഇവിടെ. ഞാൻ അതിനുശേഷം അവിടെ പോയി കണ്ടപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഒരു സെക്യൂരിറ്റിയുടെ പ്രതിമ അദ്ദേഹം ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, യാത്രകളൊക്കെ പോകുമ്പം നല്ല വെയിൽ സമയത്ത് ചില ചേട്ടന്മാർ റോഡിൽ നിന്ന് ഹോട്ടലിൻ്റെ ബോർഡ് പിടിച്ച് നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നിൽക്കുന്നത്. ഉച്ച സമയത്തൊക്കെ അവരങ്ങനെ നിൽക്കും. കാരണം അതൊരു ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. കാരണം അവരാവശ്യപ്പെട്ടായിരിക്കും ആ ജോലി ആ ഹോട്ടൽ ഉടമ കൊടുക്കുന്നത്. കാരണം അവനെ സംബന്ധിച്ച് ആ ജോലി വലുതാണ്. അപ്പോൾ അത് വേണ്ട അല്ലെങ്കിൽ അത് ലഭിക്കേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നമുക്ക് അതിനോടൊക്കെ നേരത്തെ പറഞ്ഞ സഹതാപപ്പെടാനേ കഴിയുള്ളൂ. പക്ഷെ അവിടെ ഈ ഐസക്ക് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഒരു 6 അടി പൊക്കത്തിൽ ഒരു മനുഷ്യരൂപമാണ്, ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ്, പ്രതിമ വേണം പക്ഷേ അതൊരു മനുഷ്യനാകരുത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ മനുഷ്യന്മാരെ കാണുന്ന അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറുമ്പോൾ ഒരു പ്രകൃതി മനോഹരമായി ഒരു ഇടമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. മനോഹരമായ ഇടവും രുചികരമായ ഭക്ഷണവും കൊടുത്ത ഒരു കട ബിസിനസ് ചെയ്ത ചെറുപ്പക്കാർ, ലോണൊക്കെ എടുത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് രാത്രിയിൽ കട അടച്ചതിന് ശേഷം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ബൈക്കിൽ വന്ന മറ്റൊരാൾ, അമിത വേഗതയിൽ വന്ന ഒരാൾ ഇടിച്ചു തെറിപ്പിക്കുന്നത്. സാരമായ പരിക്കുകൾ പ്രകടമായി ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തലച്ചോറിനായിരുന്നു ഗുരുതരമായ പരിക്കേൽക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നതും. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ മുഴുവൻ ദാനം ചെയ്യാൻ കുടുംബത്തിൻ്റെ സമ്മതത്തോടു കൂടി അത് ചെയ്യുകയും ചെയ്യുന്നു. ഒരുപാട് മനുഷ്യരാണ്, ഐസക്കിനെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യരാണ് കൊട്ടാരക്കരയിലേക്ക് ഒഴുകി വന്നത്. അവർ വന്നതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, അവിടെ പോയി ആൾ കാണിക്കാനോ അല്ലെങ്കിൽ TV-യിൽ മുഖം കാണിക്കാനോ അല്ല. അവസാനമായി നാടിനെ സ്നേഹിച്ച, നാട്ടുകാരെ സ്നേഹിച്ച, തൻ്റെ അവയവങ്ങളൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യനിലൂടെ അത് ലോകത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ അന്ത്യയാത്രയിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന ആ ഒരു എമ്പതിയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം റോഡിലെ മര്യാദകളാണ്. ഞാനതിലൊരു പദം തന്നെ പറയുകയാണ്, മനുഷ്യനാവണം 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 എന്നൊക്കെ നമ്മൾ പാടുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അതല്പം കൂടെ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ റോഡിൽ മനുഷ്യനാവണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. റോഡിൽ, കാരണം നമ്മൾ വീട്ടിൽ മര്യാദയുള്ളവരാണ്, നമ്മുടെ ഇടങ്ങളിൽ മര്യാദയുള്ളവരാണ്, നമ്മുടെ ബന്ധങ്ങളിൽ മര്യാദയുള്ളവരാണ്, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ മര്യാദയുള്ളവരാണ്. നമ്മുടെ യാത്രകളിൽ മാത്രം നമുക്ക് പലപ്പോഴും മര്യാദ ഇല്ലാതെ പോകുന്നു. അതെന്തുകൊണ്ടാണ്? അത് വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ രാവിലെ ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഫ്രീ ആണ്. ലെഫ്റ്റ് സൈഡ് എപ്പോഴും ഫ്രീ ആക്കിയിട്ടിരിക്കണം. ഓവർടേക്കിംഗ് അല്ല, മറിച്ച് സിഗ്നലിൽ ലെഫ്റ്റ്സ് എപ്പോഴും ഫ്രീ ആണ്. അപ്പോൾ ഞാൻ കൊല്ലത്ത് കല്ലുംതാഴെ എത്തിയ സമയത്ത് ലെഫ്റ്റിലേക്ക് എനിക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ തൊട്ട് മുമ്പിൽ ഒരു വാഹനം കിടക്കുകയാണ്. സ്വാഭാവികമായും ഞാനൊന്ന് ഹോൺ അടിച്ചു. അപ്പോൾ ആ മുമ്പിൽ നിന്ന് ലെഫ്റ്റിൽ എനിക്ക് പോകേണ്ട സ്ഥലത്ത് ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന ആ കാറിൽ നിന്നും എന്നെ കാണിച്ചത് വിരൽ കൊണ്ടുള്ള അങ്ങേയറ്റത്തെ അസഭ്യമായ ഒരു ചിഹ്നമായിരുന്നു. സത്യത്തിൽ സങ്കടം തോന്നി, എന്നോട് തന്നെ എനിക്ക് ദേഷ്യം തോന്നി. ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? പലപ്പോഴും ഞാൻ കാരണവും ഇത്തരത്തിൽ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവാം എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ മര്യാദകൾ പാലിക്കുന്നില്ല, നമ്മൾ ഈ മര്യാദകൾ പഠിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ലേണേഴ്സ് ലൈസൻസ് എടുക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഒരു കൺഫെഷനായി പോകും. ലേണേഴ്സ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ ആരോ പറഞ്ഞു തന്ന, അല്ലെങ്കിൽ ചില ഈ ഡ്രൈവിംഗ് ഏജൻസികൾ അല്ലെങ്കിൽ ലൈസൻസ് സ്കൂളുകാർ പറഞ്ഞു തന്ന ചില ടെക്നിക്കൽ പാസ്സായതിൻ്റെ അപ്പുറത്തേക്ക് അതുപോലെ 8ഉം 8ഉം ഒക്കെ എടുക്കുന്നതൊക്കെ വലിയ തന്ത്രപരമായി പാസ്സായി പോയ ഒരാളാണ്. പക്ഷേ ഡ്രൈവിംഗ് അതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും പ്രോപ്പറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ പ്രോപ്പറായി വരുന്നു, കുറേ നിയമങ്ങളൊക്കെ മാറിയിരിക്കുന്നു. അല്ലെ അങ്ങനെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പരിപാടിയിൽ നമുക്ക് ഈ പറയുന്ന ലേണേഴ്സ് ഒന്നും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. എന്നാൽ പോലും നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ, കരിക്കുലത്തിൽ റോഡിൽ എങ്ങനെ മനുഷ്യനാവണം, റോഡിൽ എങ്ങനെ മര്യാദക്കാരനാകണം എന്ന് പഠിപ്പിക്കുന്നില്ല എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ തന്നെയാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ടാക്സ് കൊടുത്ത് വണ്ടി വാങ്ങിച്ച് നമ്മൾ റോഡിലിറങ്ങുമ്പോൾ ആ റോഡുകൾ അത്രമേൽ മനോഹരമായിരിക്കും, നമുക്ക് യാത്ര ചെയ്യാൻ അത്രമേൽ സുഖമായിരിക്കും. പക്ഷേ നമ്മുടെ റോഡുകൾ അങ്ങനെയല്ല, തർക്കമൊന്നുമില്ല. മെയിൻ സ്ട്രീം റോഡുകളൊക്കെ മനോഹരമായി ടാർ ചെയ്തിട്ടുണ്ടെങ്കിലും ലോക്കൽ റോഡുകളൊക്കെ കുണ്ടും കുഴിയും ഒക്കെയാണ്. പക്ഷേ അത് മാറണം, അത് മാറ്റണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ വേണം. പക്ഷേ എന്നാൽ പോലും ഈ റോഡിൽ തന്നെയാണ് എല്ലാ മനുഷ്യരും വരുന്നതെന്നും എന്നെപ്പോലെ തന്നെ യാത്ര ചെയ്യാനാണ് മനുഷ്യന്മാർ വരുന്നതെന്നും ചില മര്യാദകൾ അവിടെ പാലിക്കേണ്ടതായിട്ടുണ്ടെന്നും അവിടെ നമ്മൾ മനുഷ്യനാകണം എന്നുള്ള ചിന്ത ഉണ്ടാവേണ്ടത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. ഒരു ദിവസം റോഡിലിറങ്ങുന്ന നമ്മൾ ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കാതെ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ചീത്ത കേൾക്കാതെ വീട്ടിലെത്തുന്നുണ്ടോ? എത്രയോ അസഭ്യവാക്കുകൾ നമ്മൾ റോഡിൽ ഇരുന്ന് പറയുന്നുണ്ട്, വണ്ടിയിൽ ഇരുന്ന് പറയുന്നുണ്ട്. അതേപോലെ നമ്മളെപ്പറ്റി ആരെങ്കിലും പറയുന്നുണ്ട്. ഇതിനെന്താണ് ഒരു പ്രതിവിധി? പ്രതിവിധി ഇത്ര മാത്രമേ ഉള്ളൂ.
ഒരു മനുഷ്യൻ റോഡിൽ എന്നോട് എങ്ങനെ പെരുമാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവനോടും പെരുമാറുക. ഒരു ബൈബിൾ വാക്യമാണ്. അതിനെ റോഡിലേക്ക് നമ്മൾ പതുക്കെ കൊണ്ടുവന്നാൽ മതി. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ശരൺ ദേവ് എന്നാണ് അവൻ്റെ പേര്. അവൻ വളരെ അസാമാന്യ വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ചെറുപ്പക്കാരൻ. പക്ഷേ അവൻ എന്നെ ചിന്തിപ്പിച്ച, അല്ലെ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ചിന്തിപ്പിച്ച ഒരു കാര്യം അവൻ പറഞ്ഞത്, അവൻ ഒരിക്കൽ പോലും ഈ റോഡിൻ്റെ നടുക്കുള്ള ലൈൻ ക്രോസ് ചെയ്ത്, അതായത് ക്രോസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് ക്രോസ് ചെയ്യാൻ വണ്ടി ഓടിക്കത്തില്ല. അവൻ എപ്പോഴും പറഞ്ഞത്, ഈ ലൈൻ സെറ്റ് ചെയ്ത് നമ്മൾ പോയാൽ, ഓരോരുത്തരും ആ ലൈൻ സെറ്റ് ചെയ്ത് പോയാൽ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയും ആ ലൈൻ സെറ്റ് ചെയ്ത് പോയാൽ നമുക്ക് ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും. പലപ്പോഴും ഈ മഞ്ഞ വരകൾ ഇട്ടിരിക്കുന്നത് കയറാൻ പാടില്ലാത്ത ഇടമാണ്, അതുവഴി ഓവർടേക്കിംഗ് പാടില്ല എന്ന് പഠിച്ച് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോഡിൻ്റെ കർവൊക്കെ നോക്കി വണ്ടികളുടെ വരവ് നോക്കിയാണ് മഞ്ഞ ലൈൻ ഇട്ടിട്ട്, അതുവഴി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഞാനും ഈ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്ന എൻ്റെ സുഹൃത്തും ഒക്കെ ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അത് സംഭവിക്കില്ല. എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. സ്വാഭാവികമായും ആ സൈഡിലൂടെ വരുന്ന മറ്റൊരാളെ ഞാൻ പോയി ഇടിക്കും. അപ്പുറത്ത് വരുന്ന ഒരാളും മഞ്ഞ ലൈൻ ക്രോസ് ചെയ്ത് വരാൻ ശ്രമിക്കും, എന്നെ കൊണ്ടുവന്ന് ഇടിക്കും. ഇതാണ് അപകടങ്ങളുടെ കാരണം. റോഡിലെ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് കഴിയണം. സിഗ്നലുകൾ അത് അവിടെ കത്തിക്കിടന്നാൽ അത് പാലിക്കാൻ, അല്ലെങ്കിൽ അതിനോട് മര്യാദ കാണിക്കാൻ നമുക്ക് എപ്പോഴും കഴിയണം. നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ പച്ചയും ചുമപ്പും മഞ്ഞയും ഒക്കെ ആയ സമയത്ത് റെഡ് അങ്ങോട്ട് മാറുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് മുമ്പോട്ട് മൂവ് ചെയ്യുകയാണ്. ട്രാഫിക് പോലീസുകാരെ സീബ്ര ലൈനൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അവിടെ അവർ നിന്നാൽ പോലും ആ സീബ്ര ലൈനിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട് വണ്ടി നിർത്തുകയാണ്. പലപ്പോഴും നമ്മൾ ഈ ട്രാഫിക് സിഗ്നൽ കിടക്കുന്ന സമയത്ത് സിഗ്നലിൻ്റെ തൊട്ട് മുമ്പ് സൈഡിൽ സീബ്ര ലൈൻ കാണും. ആ സീബ്ര ലൈൻ വരെ നമ്മൾ വണ്ടി കൊണ്ടുപോകാൻ പാടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടേ നമ്മൾ നിർത്തുകയുള്ളൂ. അതുപോലെ തന്നെ റോഡിലെ ഏറ്റവും മര്യാദ കാണിക്കേണ്ട രണ്ട് വിഭാഗം, ഒന്ന് ലോകരാഷ്ട്രങ്ങളിലെല്ലാം അങ്ങനെയാണ്, കാൽനട യാത്രക്കാരും മറ്റൊന്ന് സൈക്കിൾ യാത്രികരും. അവരോടാണ് ഏറ്റവും കൂടുതൽ മര്യാദ കാണിക്കേണ്ടത്. കാരണം അവർ നടന്നു പോകുന്ന മനുഷ്യരാണ്. പക്ഷേ പലപ്പോഴും ഫുട്പാത്തുകളിലൂടെയാണ് നമ്മുടെ ബൈക്ക് റേസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നടന്നു പോകുന്നവരെ ഒരു തരത്തിലും മാനിക്കുന്ന സാഹചര്യമില്ല. ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാർ പലപ്പോഴും ബൈക്ക് അപകടമാകുന്നത് അത്രമേൽ വേദനയാണ്. ചെറുപ്പക്കാരാണ് മരിക്കുന്നത്. ഞാനൊരു മരണ വീട്ടിൽ ചെന്നതാണ്. ആ മരണ വീട് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട ഒരു കുഞ്ഞു പയ്യൻ മരിച്ചതാണ്. അവിടെ ചെന്നപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളൊക്കെ വലിയ വിഷമത്തിലും സങ്കടത്തിലും ഒക്കെയാണ്. ഒരു ആക്സിഡൻ്റാണ്. KSRTC ബസ്സിനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ, ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ എതിരെ വന്ന ഒരു ലോറി ഈ ബസ്സിൻ്റെയും ഈ ലോറിയുടെയും ഇടയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞാണ് ആ പയ്യൻ മരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കയ്യിൽ പോയി ഇങ്ങനെ പിടിച്ചു. ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരു ആംഗ്യഭാഷയാണ്, കയ്യിൽ പോയി പിടിച്ചു. ഉടനെ അദ്ദേഹം ആ പിതാവ് പറഞ്ഞ ഡയലോഗാണ്. സത്യത്തിൽ അത് ആ സമയത്ത് മരണവീടായതുകൊണ്ട് ചിരിച്ചില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകൻ അല്പം കൂടെ സ്പീഡുണ്ടായിരുന്നുവെങ്കിൽ കയറി അങ്ങ് പോയേനെന്ന്. എന്നാൽ അവൻ ബൈക്കിൽ പോയത് തെറ്റാണെന്നോ, ഞാൻ അവന് ബൈക്ക് എടുത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നോ, അല്ലെങ്കിൽ അവൻ ഇത്രയും സ്പീഡിൽ പോകാൻ പാടില്ലായിരുന്നോ എന്നല്ല ആ പിതാവ് പറഞ്ഞത്. അല്പം കൂടെ സ്പീഡ് ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങ് കവർ ചെയ്ത് പോയേനെ എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഒരു മരണവീടായതുകൊണ്ട് ചിരിച്ചില്ല എന്നേ ഉള്ളൂ. ഞാനിപ്പോഴും ആ മനുഷ്യനെ ഓർക്കാറുണ്ട്. അദ്ദേഹത്തിനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച ചിന്ത എന്തായിരിക്കും? എൻ്റെ മകൻ്റെ വേഗത അയാളെ അത്രമേൽ ഒരുപക്ഷെ ആകർഷിച്ചിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ഇത്ര വേഗത്തിൽ ഓടിക്കാൻ കഴിയുന്ന ബൈക്ക് എടുത്ത് കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല. കാരണം എനിക്കെൻ്റെ മാതാപിതാക്കൾ കുട്ടിക്കാലത്ത് സൈക്കിൾ എടുത്ത് തന്നിട്ടുള്ള മനുഷ്യരാണ്, അന്നത്തെ അവരുടെ സാമ്പത്തിക സ്ഥിതി വെച്ച്. പിന്നീട് 2 വീലറും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു മൂരാച്ചിയല്ല ഞാൻ. അത് കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടികൾ അത് അവർക്കിഷ്ടമുള്ള സ്ഥലത്ത് പോയത് ഓടിക്കും, മറ്റൊരാളുടെ ബൈക്ക് എടുത്ത് ഓടിക്കും. ഏറ്റവും വലിയ അപകടം പലപ്പോഴും പോലീസുകാരോട് പറഞ്ഞാൽ അവർ പറയുന്നത്, ഈ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കുന്ന കുട്ടികളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അവർ മരിക്കുന്നതിന് ഇടയാകുന്ന കാരണം അവരുടെ സ്വന്തം ബൈക്കല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മുടെ സ്വന്തം ബൈക്കാണെങ്കിൽ നമുക്കതിൻ്റെ ബ്രേക്ക് എപ്പോൾ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ കഴിയും. പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്, കൂട്ടുകാരുടെ ബൈക്ക് എടുത്തുകൊണ്ട് പെട്ടെന്ന് ഒരു ബൈക്ക് കാണുമ്പോൾ ഒരു ഭ്രമം ഉണ്ടാവുകയും അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ 2 രീതിയിൽ ഇതിനൊരു പ്രതിവിധി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന്, ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യണം. അതായത് നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ, നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ, ഈ വാഹനം അമിത വേഗത്തിലാണെങ്കിൽ ഒരു പക്ഷേ ഇത് ആക്സിഡൻറ്റിൽ പെടാം. കോൺഫിഡൻസ് ആണല്ലോ നമുക്കൊക്കെയുള്ള ഒരു പ്രശ്നം, ഓവർ കോൺഫിഡൻസ്. എനിക്കൊരിക്കലും ആക്സിഡൻറ്റ് സംഭവിക്കത്തില്ല എന്നുള്ള ധാരണ അതങ്ങ് മാറ്റണം. കാരണം ഇതൊരു യന്ത്രമാണ്. ഞാൻ ഈയിടയ്ക്ക് എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ കേട്ടൊരു കാര്യം, നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ ടെക്നോളജിയെ പറ്റി നമ്മൾ പഠിക്കുന്നില്ല. ചെറിയ ചില ബുഷുകളുടെ, ചെറിയ ചില നട്ട്സ് ബോൾട്ട്സിൻ്റെയൊക്കെ ബേസിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്.
നമ്മുടെ ബോഡി പരിശോധിക്കുന്ന പോലെ നമ്മൾ ഇതിനെ ഒന്ന് പരിശോധിക്കണം, ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കണം. വാഹനം ഓടിക്കുന്നതിന് മുമ്പ്, ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് എല്ലാ ചെറുപ്പക്കാരെയും ഈ വാഹനം കംപ്ലീറ്റ് അഴിച്ച് ഇതിന് ടെക്നോളജി പഠിപ്പിക്കണം. എന്നിട്ട് അവരോട് പറയണം, നീ 110ഉം 120ഉം വേഗത്തിൽ പോകുമ്പോൾ ആ വേഗത്തിൽ പോകാൻ നിന്നെ പ്രേരിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു കുഞ്ഞു നട്ടാണ്, ഈ ചെറിയൊരു ബോൾട്ടാണ്, ഈ ചെറിയ ബുഷാണ്, അല്ല ബ്രേക്കിൻ്റെ ചെറിയൊരു ഒരു ഒരു ടെക്നോളജിയാണ്. ഇതവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയും ഇത് കാണിക്കുകയും ചെയ്താൽ തന്നെ സ്പീഡിൽ പോകുമ്പോൾ അവന് കാര്യം പിടികിട്ടും. കാരണം ഇവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ സ്പീഡിൽ പോകുന്ന മുഴുവൻ ഇവൻ്റെ കഴിവിൽ പോകുന്നതാണെന്നാണ്. അല്ല, ഇവൻ്റെ വേഗത എന്ന് പറയുന്നത് ഇവൻ എന്തോ കിട്ടിയ സവിശേഷമായിട്ടുള്ള എന്തോ വലിയ കഴിവിൽ ഇത് പോകുന്നു എന്നാണ് അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ 2 ടയറിൽ ചെറിയ അംശമാണ് റോഡിൽ തട്ടുന്നത്. നമ്മൾ പോകുമ്പോൾ ആക്സിഡൻറ്റുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഈ ആക്സിഡൻ്റ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് അല്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇത് ഒഫൻസ് ആവുന്നില്ല, കാരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് ആക്സിഡൻറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതവനെ പഠിപ്പിക്കണം. 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ശിക്ഷ അങ്ങേയറ്റം കഠിനമാക്കണം. കാരണം നേരത്തെ ശിക്ഷ എന്ന് പറയുന്നത് 500-1000 രൂപ ഫൈൻ അടച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാം, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ, ഒരു അപകടം സംഭവിച്ചാൽ ഇത്രയേ ഉള്ളൂ, കോടതിയിൽ പോയി 1000 രൂപ അടച്ച പരിപാടി തീരും. പിന്നീട് ഇപ്പോൾ അത് മാറി 5000-ഉം 10000-ഉം ആക്കി. എൻ്റെ അഭിപ്രായത്തിൽ 5000-ഉം 10000-ഉം അല്ല, ഇത്തരത്തിൽ നിയമവിരുദ്ധമായി വേഗത്തിൽ വണ്ടി ഓടിച്ച് പോകുന്നവർക്ക് ഹ്യൂജ് ഫൈൻ ഈടാക്കണം. ലൈസൻസ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്ന 6 മാസത്തേക്കാണ്. ലൈസൻസ് 1-2 വർഷത്തേക്ക് കൊടുക്കാൻ പാടില്ല. വിദേശത്തേക്ക് പോകാനുള്ള ലൈസൻസുകൾ പോലും കൊടുക്കും. ഈ രീതിയിൽ ശിക്ഷ കഠിനമാക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വണ്ടി എടുത്തു കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുന്ന രീതിയിൽ നിയമം അമെൻഡ് ചെയ്യണം. അപ്പോൾ ഈ 3 രീതിയിൽ ഇതിൻ്റെ കൾച്ചർ ഡെവലപ്പ് ചെയ്താൽ ഒരുപക്ഷെ ആക്സിഡൻറ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു നിയമ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ വാഹനം ഓടിക്കുന്നവരും അത് വാങ്ങുന്നവരും എപ്പോഴും കരുതിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാഹനം മറ്റൊരിടത്ത് ഉപയോഗിച്ച് ആക്സിഡൻറ്റ് ഉണ്ടായാൽ അതിൻ്റെ ലയബിലിറ്റി നിങ്ങൾക്ക് തന്നെ വരും. ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഷുറൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പല വാഹനങ്ങൾ അപകടം ഉണ്ടാക്കുമ്പോഴും ആ അപകടത്തിന് കാരണമാകുന്ന വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയില്ല. ഇത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ റോഡിൽ നടന്നു പോവുകയാണ്, വളരെ വേഗത്തിലൊരു കാറോ ബസ്സോ അല്ലെങ്കിൽ സ്കൂട്ടറോ വന്ന് എന്നെ ഇടിക്കുന്നു, ഞാൻ മരണപ്പെടുന്നു. എൻ്റെ കുടുംബം അനാഥമാവുകയാണ്. എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, മക്കൾ ഒറ്റ നിമിഷം കൊണ്ട് എൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് അനാഥമാക്കപ്പെടുകയാണ്. ഇവിടെ എനിക്കെന്താണ് കോമ്പൻസേഷൻ? എൻ്റെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എൻ്റെ ജോലി അനുസരിച്ച്, എൻ്റെ ഏജ് അനുസരിച്ച്, എൻ്റെ മറ്റ് സാധ്യതകളനുസരിച്ച് എനിക്ക് 1-2 കോടി രൂപ കിട്ടാവുന്ന സാഹചര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജോലിയും നമ്മുടെ ചെറുപ്പവും ഒക്കെ മാനിച്ചാണ്. പക്ഷേ അത് കിട്ടണമെങ്കിൽ എന്നെ ഇടിച്ച വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാവണം. പലപ്പോഴും പല വണ്ടികൾക്കും ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് ഇല്ലാണ്ട് വരുമ്പോൾ സംഭവിക്കുന്നത്, ഞാൻ ആരിൽ ഈ കോമ്പൻസേഷൻ ഈടാക്കും? റോഡിൽ എന്നെ വന്ന് ഇടിച്ച വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ ഈ കോമ്പൻസേഷൻ എനിക്ക് ആര് തരും? അപ്പോൾ ഇത് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നവരും മനസ്സിലാക്കണം. കാരണം വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ, നമ്മൾ ബൈക്കാണ് ഓടിക്കുന്നത്, ഇതിലൊരു കാറ് വന്നിടിച്ചു, നമ്മൾ ബൈക്കിൽ പോയ ആൾ മരണപ്പെട്ടു. കാറുകാരൻ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എനിക്ക് ആ പൈസ കിട്ടത്തില്ല. ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്നല്ല ക്ലെയിമിന് കോമ്പൻസേഷൻ കൊടുത്തത്, മറിച്ച് എന്നെ അപകടത്തിന് കാരണമായ വണ്ടിയുടെ ഇൻഷുറൻസ് കമ്പനിയാണ് എനിക്ക് പൈസ തരുന്നത്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കാത്തത് മൂലം എത്രയോ പേരുടെ ജീവിതം ഇങ്ങനെ അനാഥമായി പോയിട്ടുണ്ടെന്നറിയാം. എത്രയോ പേർ ഇങ്ങനെ അവരുടെ എല്ലാ ജീവിത പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്നറിയാമോ? എത്രയോ പേർ ഹോസ്പിറ്റലുകളിൽ, മെഡിക്കൽ കോളേജുകളിൽ നട്ടെല്ല് ഒടിഞ്ഞും കാലൊടിഞ്ഞും അതുപോലെ തന്നെ എഴുന്നേക്കാനും കഴിയാത്ത സാഹചര്യത്തിൽ കിടന്ന് നരയിക്കുന്നുണ്ടെന്നറിയാം. അതിൻ്റെ എല്ലാം കാരണം ഒരു നിമിഷത്തെ നമ്മളുടെ ഈ ചിന്തയാണ്. അതുപോലെ നമ്മൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഇൻഷുറൻസ് ഉണ്ട്, ലൈസൻസ് ഇല്ല, എന്ത് സംഭവിക്കും? കമ്പനി കാശ് കൊടുക്കില്ല. അവരാദ്യം വെക്കുന്ന ക്ലെയിം, ഈ വണ്ടി ഓടിച്ച ആൾക്ക്, അപകടത്തിന് കാരണമായ വാഹനം ഓടിച്ച വ്യക്തിക്ക് നിയമാനുസൃതമായ ലൈസൻസ് ഇല്ലെന്ന് കണ്ടാൽ ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുക്കില്ല. പിന്നീട് അതിൻ്റെ RC ഓണർ കൊടുക്കേണ്ടതായിട്ട് വരും. മറ്റൊരു കാര്യം, ഈയിടയ്ക്ക് വലിയ വിവാദമായി, ചില വിദേശ നിർമ്മിത സ്കൂട്ടറുകൾ, ബാറ്ററിയുള്ള സ്കൂട്ടറുകൾ നിരത്തിലിറങ്ങുന്നുണ്ട്. അതിൻ്റെ ആഡ് തന്നെ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് പോയപ്പോൾ ഒരു വഴിയിൽ കണ്ടു. ലൈസൻസ് വേണ്ട, ഇൻഷുറൻസ് വേണ്ട, പുകമലിനീകരണ സർട്ടിഫിക്കറ്റ് വേണ്ട, ചുമ്മാ ഓടിച്ചോളാൻ. ഇത് ഇറക്കുമതി ചെയ്യുന്നത് ടാക്സ് ലഭിക്കാൻ വേണ്ടിയാണ്. ഈ നാട്ടിലെ ഭരണവർഗം ചെയ്യുന്നതാണ്. അവരുടെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടിയാണ് വിദേശത്തുനിന്ന് ഇത്തരം വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്, അതിൻ്റെ ടാക്സ് കിട്ടാൻ വേണ്ടി. പക്ഷേ നിങ്ങളത് ഇറക്കുമതി ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറയുകയാണ്, ഇതിന് ഇൻഷുറൻസ് വേണ്ട, ഇതിന് ലൈസൻസ് വേണ്ട, മറ്റ് സർട്ടിഫിക്കറ്റുകളൊന്നും വേണ്ട, നിങ്ങൾ ഓടിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പക്കാരൊക്കെ, കുഞ്ഞുങ്ങളൊക്കെ ലൈസൻസ് പോലും വേണ്ടെന്ന് പറഞ്ഞാൽ 10-15 വയസ്സുള്ള പിള്ളേരാണ് ഇത് വാങ്ങി ഓടിക്കുന്നത്. ഇത് ഓടിച്ച് നിരത്തിലൂടെ ഓടിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ, നമ്മുടെ ഐസക് ജോർജിനെ പോലെയുള്ള സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന, പ്രതിസന്ധികളുമായി മല്ലിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന
കുടുംബത്തിൻ്റെ പ്രതീക്ഷയും അത്താണിയുമാകുന്ന ചെറുപ്പക്കാരനാണ് ഈ ബൈക്ക് മൂലം മരണപ്പെട്ടാൽ ആര് കോമ്പൻസേഷൻ കൊടുക്കും? ആര് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കൊടുക്കും? ആര് അവരെ ചേർത്ത് പിടിക്കും? ഭരണകൂടത്തിന് ടാക്സ് കിട്ടി, പക്ഷേ മരണപ്പെട്ടവന് ആരിത് കൊടുക്കും? വലിയ ചോദ്യമല്ലേ? അതുകൊണ്ട് മനസ്സിലാക്കണം, ഇത്തരം വാഹനങ്ങൾ വിദേശത്ത് അവരുപയോഗിക്കുന്നത് അങ്ങേയറ്റം അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് ഫുട്പാത്തിലൂടെ മാത്രം ഓടിക്കാനുള്ള വണ്ടിയാണത്. അത് മനസ്സിലാക്കണം. ഈ വാഹനം വിദേശ രാജ്യങ്ങളിൽ ഫുട്പാത്തുകളിലൂടെ നടന്നു പോകുന്ന മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു വാഹനമാണ്. അത് റോഡിൽ ഇറക്കാനുള്ളതല്ല. പക്ഷേ ഈ നാട്ടിൽ അത് റോഡിലാണ് ഓടിക്കുന്നത്. ഒത്തിരി കഥകൾ, ഒത്തിരി കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ്. അവൻ ഈ ഇത്തരത്തിലൊരു വാഹനത്താൽ അപകടം പറ്റി, അവൻ്റെ നട്ടലിന് ക്ഷതമായി വീട്ടിൽ കിടപ്പായി. പോലീസുകാർ പറയുന്നത് കേസെടുക്കാൻ കഴിയില്ല, കാരണം വണ്ടിക്ക് ഇൻഷുറൻസും ഇല്ല, ലൈസൻസിൻ്റെ ആവശ്യവുമില്ല. അത്തരത്തിലാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ആ വണ്ടി നിരത്തിൽ ഇറങ്ങുന്നത്. ഞങ്ങൾ ആർക്കെതിരെ കേസെടുക്കും? ആ മനുഷ്യൻ 1.5 കൊല്ലം ബെഡിൽ കിടന്നു. അവൻ്റെ ഭാര്യ പിണങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. മക്കളുടെ വിദ്യാഭ്യാസം പോയി. ആ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി. ആ കേസ് ഞാൻ ചെയ്യേണ്ടി വന്നു. പക്ഷേ ആർക്കെതിരെ കേസെടുക്കും? എങ്ങനെ അവന് കോമ്പൻസേഷൻ വാങ്ങിച്ചു കൊടുക്കും? അപ്പം നമുക്ക് ഇങ്ങനെയൊരു കൾച്ചർ ഉണ്ടാവണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യനാവണം, ഒപ്പം നിരത്തിൽ മനുഷ്യനാവണം, റോഡിൽ മനുഷ്യനാവണം. വാഹനം എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യ സ്വത്താണ്. അത് നമ്മൾ ടാക്സ് കൊടുത്ത് വാങ്ങുന്നതാണ്. റോഡിൽ ഓടിക്കാൻ തന്നെയുള്ളതാണ്. പക്ഷേ അത് ഓടിക്കുമ്പോൾ മറ്റൊരാൾക്ക് അപകടമുണ്ടാക്കാത്ത വിധത്തിൽ ഓടിക്കാൻ കഴിയണം. ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്തണമെങ്കിൽ 10 മണിക്ക് എത്തേണ്ടത് 2 മണിക്കൂർ യാത്രയുള്ളെങ്കിൽ ആ സമയം കണക്കാക്കി ഇറങ്ങാൻ സാധിക്കണം. ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങി അവിടെ എത്തിയാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ 10 മിനിറ്റ് താമസിച്ച് നിങ്ങൾ പോകുമ്പോൾ, അമിത വേഗത്തിൽ പോകുമ്പോൾ നശിക്കുന്നത്, ഇല്ലായ്മപ്പെടുന്നത് ഏതെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ ജീവിത സ്വപ്നങ്ങളുമാണ്. അതുകൊണ്ട് റോഡിൽ മനുഷ്യനാകണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, വീടുകളിൽ, ജോലി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യരാകുന്ന പോലെ റോഡിൽ മനുഷ്യനാവാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.